നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന സിനിമയാണ് നാടോടി മന്നൻ. കഥ നടക്കുന്നത് അങ്ങ് തിരുവനന്തപുരത്താണ്. അവിടെയാണെങ്കിൽ ആകെ മൊത്തം പ്രശ്നങ്ങളാണ്. ട്രാഫിക് ബ്ലോക്ക്, ആക്സിഡന്റ്, അഴിമതി, അങ്ങനെ പ്രശ്നങ്ങളുടെ ഒരു കൂമ്പാരമാണ്. ഇതെല്ലാം യാരാല്? പുഷ്പ. ഇത് താഴാത്ത പുഷ്പയല്ല, ഇത് താഴ്ന്ന പുഷ്പയാണ്. പുഷ്പം പ്രകാശ്. പുഷ്പം പ്രകാശ്. അയ്യോ ദാരിദ്ര്യം. ഈ തിരുവനന്തപുരം സിറ്റി തന്നെ പുഷ്പന്റെ കൈകളിലാണ്. ഈ ബ്ലോക്കിനും ആക്സിഡന്റും എല്ലാം കാരണം ഈ പുഷ്പണ്ണന്റെ വലിയൊരു ബിൽഡിംഗ് ആണ്. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഷ്പണ്ണന് ഈ അപ്പൂപ്പന്റെ വീടും പുരയിടവും വേണം. എന്നാൽ ഈ അപ്പൂപ്പനാണെങ്കിൽ കൊടുക്കില്ല. അങ്ങനെ വേറെ വഴിയില്ലാതെ പുഷ്പണ്ണ ഈ അപ്പൂപ്പനെ ഭീഷണിപ്പെടുത്തും. അപ്പൊ അങ്ങനെ അപ്പൂപ്പൻ നേരെ ചെയ്ത് നമ്മുടെ തമ്പുരാന്റെ അടുത്ത് പറയും. തമ്പുരാൻ പറയും, ഒന്നും കൊണ്ടും പേടിക്കണ്ട, കൂടെ ഉണ്ടാവും ദൈവം, അദ്ദേഹത്തെ വിളിച്ചോളാം. തമ്പുരാനാണെങ്കിൽ ഭരണം പോയി ചന്ദ്രചൂട BGM ഒക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുകയാണ്. എന്നിട്ട് തമ്പുരാൻ പറയും, കൊട്ടാരത്തിന്റെ ആധാരം വരെ പുഷ്പണ്ണന്റെ കൈകളിലാണ്, ഞാൻ തന്നെ എങ്ങനെയെങ്കിലുമാണ് കഞ്ഞിടിച്ച് പോകുന്നത്. പക്ഷെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായി അവതാര പ്രതിയായി നമ്മുടെ പത്മനാഭനെത്തും. പത്മനാഭനെ നമുക്ക് തൽക്കാലം, അല്ലെങ്കിൽ കുറച്ചും കൂടെ ചുരുക്കി പേട്ടൻ എന്ന് വിളിക്കാം. പേട്ടനാണ് നമ്മുടെ നായകൻ. തിരുവനന്തപുരത്ത് ഒരു ജാഥയെ പങ്കെടുക്കാനായി പേട്ടൻ വരും. എന്നാൽ അവിടെ വെച്ചൊരു ബോംബ് പൊട്ടി കാലൊടിഞ്ഞ് ആശുപത്രിയിലാവും. ആശുപത്രിയിലാണെങ്കിൽ വൻ ദുരിതാവസ്ഥയാണ്. ആശുപത്രിയിലാണെങ്കിൽ ദുരിതവും അഴിമതിയും അക്രമവും. കിടക്കാൻ ബെഡില്ല, വീൽചെയർ വീലില്ല, ആംബുലൻസ് ഓടില്ല, ശൗചാലയത്തിൽ വെള്ളമില്ല, മൊത്തം പ്രശ്നങ്ങളാണ്. നമ്മുടെ പേട്ടനാണ് ഈ അനീതി എല്ലാം കൂടെ കണ്ട് രോഷാകുലനായിട്ട് അവിടെ ഒരു സേവനവാരം തന്നെ നടത്തും. ഇപ്പോഴത്തേക്കും പുഷ്പണ്ണന്റെ കുത്തൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ അപ്പൂപ്പൻ ഹോസ്പിറ്റലാവും, കൂടെ കൊച്ചുമോളും. അവിടെ വെച്ച് കണ്ട് കമ്പനിയായ പെണ്ണെ സെറ്റാക്കാൻ വേണ്ടി ഒരു ആവശ്യമില്ല നമ്മുടെ പേട്ടൻ അവരുടെ പ്രശ്നത്തിൽ കയറി തലയിടും. എന്നിട്ട് നമ്മുടെ പുഷ്പണ്ണനെ ആൾക്കൂട്ടത്തിനിടയിൽ വെച്ചിട്ട് വട്ടത്തിൽ ഊക്കി വിടും. പേട്ടന്റെ ഊക്കിയിടാനുള്ള കഴിവുണ്ടെങ്കിൽ നാട്ടുകാരെല്ലാം കൂടെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഇലക്ഷൻ നിർത്തി വോട്ടിട്ട് മേയറാക്കും. അങ്ങനെ മേയറായ പേട്ടൻ റാൻഡം ഡേയിൽ റോഡിൽ കൂടി ചുമ്മാതെ പോകുമ്പോഴത്തേക്ക് ഒരു പയ്യൻ റോഡിൽ നിന്ന് മൂത്രമൊഴിക്കുന്നു. പൊതു മൂത്രപ്പുരയില്ല, ആൾക്കാർക്ക് മൂത്രമൊഴിക്കാൻ വഴിയില്ല. അങ്ങനെ അസ്വസ്ഥനായ പേട്ടൻ മൂത്രപ്പുര കെട്ടാനായി 8 കോടി ഒരു ബില്ലും തയ്യാറാക്കി മന്ത്രി എടുത്ത് ചെല്ലും. മന്ത്രി പറയും, നീ പോയി മൂത്രപ്പുര കെട്ടണ്ട എന്നങ്ങ് പറയും. ഇത് ഇഷ്ടപ്പെടാത്ത പേട്ടൻ മന്ത്രിയെ വീട്ടിൽ ചെന്ന് നേരെ മുണ്ടുപൊക്കി കാണിക്കും. അല്ല, മുണ്ടുപൊക്കി മൂത്രമൊഴിച്ച് കാണിക്കും. അത് കണ്ട് പേടിച്ച മന്ത്രി പബ്ലിക് ടോയ്ലറ്റ് കെട്ടാനായി അനുമതി കൊടുക്കും. നല്ല കാര്യം. അതൊക്കെ കഴിയുമ്പോൾ നമ്മുടെ പുഷ്പണ്ണൻ വന്ന് കുറച്ച് പൈസ ഓഫർ ചെയ്യും. പക്ഷെ പേട്ടൻ വീണ്ടും പുഷ്പണ്ണനെ ആൾക്കാരുടെ മുമ്പിലിട്ട് വട്ടത്തിലൂക്കി വിടും. എന്റെ പേട്ടൻ പുഷ്പണ്ണന്റെ ഷോപ്പിംഗ് മാൾ പൊളിക്കാനായി പ്ലാൻ ചെയ്യും. എന്നിട്ട് അത് പൊളിക്കാൻ വേണ്ടിയുള്ള കരിമരുന്ന് വാങ്ങാനായി ശിവകാശിക്ക് പോകുന്ന വഴി പുഷ്പണ്ണൻ ലോറി ആക്സിഡന്റിലൂടെ പേട്ടനെ തട്ടാൻ ശ്രമിക്കും. പക്ഷെ അതിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട പേട്ടൻ പണിയറിയുന്ന ആൾക്കാരെ വിളിച്ച് പുഷ്പേണ്ണന്റെ ബിൽഡിംഗ് അങ്ങ് പൊളിച്ചു കളയും. ആ പൊളിക്കുന്ന ബിൽഡിങ്ങിനകത്ത് പുഷ്പേണ്ണനെ ലോക്കാക്കി വെച്ച് പുഷ്പേണ്ണനെയും കൊല്ലും പേട്ടൻ. അങ്ങനെ തിരുവനന്തപുരം സിറ്റിയിലെ പ്രശ്നങ്ങളെല്ലാം തീർന്ന് ട്രാഫിക് ബ്ലോക്കും തീർന്ന് എല്ലാം ശരി.